നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓസ്ട്രേലിയയിൽ എല്ലാ ആളുകൾക്കും സൂപ്പറന്വേഷനുണ്ട്. അവർ പെൻഷൻ ഉപയോഗിച്ച് പെൻഷൻ കൊണ്ട് ജീവിക്കാം, റിട്ടയർമെൻറ്റ് ലൈഫ് സുഖമായിട്ട് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് എത്ര ഡോളറാണ് പെൻഷൻ കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ തീർച്ചയായിട്ടും അതറിയണം. എത്ര ഡോളറായിരിക്കും നിങ്ങൾക്ക് പെൻഷനായിട്ട് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നു, നമുക്ക് എല്ലാ മാസവും സാലറി അക്കൗണ്ടിൽ വരുന്നു. നമ്മളൊരു റിട്ടയർമെൻറ്റ് സ്റ്റേജ് ആകുമ്പോൾ നമ്മുടെ ഇൻകം അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടാൻ പോകുന്നത് പെൻഷനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ എക്സ്പെൻസ് ആ സമയത്ത് അധികം എക്സ്പെൻസ് ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മുടെ പ്രൈമറി ഹോമിൻ്റെ ലോൺ കഴിഞ്ഞിട്ടുണ്ടാവും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. ഓക്കെ, എൻ്റെ പേര് സുദേശ്. ഞാൻ ബയേഴ്സ് ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ നിങ്ങളെപ്പോലുള്ള ബിസി പ്രൊഫഷണൽസിനെ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ, റൈറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ സിമ്പിളാണ്, പക്ഷേ നമ്മുടെ ഫ്യൂച്ചറിനെ വളരെ ഡീപ്ലി എഫക്റ്റ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെയായിരിക്കും? രണ്ട് തരത്തിൽ ഉള്ള ആളുകളുണ്ട്. ഒന്ന്, റെൻ്റൽ ഇൻകം കൊണ്ട് റിട്ടയർമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ ജീവിതം എങ്ങനെ ഉണ്ടായിരിക്കും. അതേപോലെ ഓൺലി പെൻഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതായത് റെൻ്റൽ ഇൻകം കൺസിസ്റ്റൻ്റായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനഫ് ക്യാഷ് ഫ്ലോ ഉണ്ടാവും. റിട്ടയർമെൻറ്റ് സമയത്ത് അവർക്ക് സ്ട്രെസ്സ് കുറവായിരിക്കും. പക്ഷേ നിങ്ങളൊരു പെൻഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്കിൽ അത് ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫായിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാവുക. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസല്ല, ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറല്ല, അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് അല്ല. ഇതൊരു ജനറൽ ഇൻഫർമേഷൻ മാത്രമാണ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. നമ്മൾ കേരളത്തിൽ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെയുള്ള എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസും അവർ നല്ല രീതിയിൽ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പെൻഷൻ പോലെയല്ല ഓസ്ട്രേലിയയിലെ പെൻഷൻ. കേരളത്തിലെ പെൻഷൻ അവർക്ക് എത്രയാണോ സാലറി കിട്ടിയിരുന്നത് അതിൻ്റെ ഡബിളും അതിൽ കൂടുതലും നാട്ടിൽ പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ്, നാട്ടിലെ ആളുകൾക്ക് പെൻഷൻ കൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു, നമുക്കിവിടെ പെൻഷനുണ്ട്. പക്ഷേ നമുക്കിവിടെ പെൻഷൻ ഉണ്ടെന്നുള്ളത് കാര്യം നമുക്കറിയുള്ളൂ. പക്ഷേ എത്ര ഡോളർ ആ സമയത്ത് പെൻഷൻ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ആരും കാൽക്കുലേറ്റ് ചെയ്യാറില്ല. കാരണം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ല, അത്രയൊന്നും വയസ്സായിട്ടില്ല. അത് ആ സമയമാകുമ്പോൾ നോക്കാം. ഞാൻ റീസെൻ്റായിട്ടൊരു 60+ ഓൾഡായിട്ടുള്ളൊരു ലേഡിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ റിട്ടയർ ചെയ്യാൻ 3 വർഷം 4 വർഷത്തിൽ റിട്ടയർ ചെയ്യുന്ന എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ഡോളറായിരിക്കും പെൻഷൻ കിട്ടുക എന്നറിയാമെന്ന് വെച്ചു. അപ്പോൾ അവർ അതിനെക്കുറിച്ചൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അവർ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം അവരുടെ മനസ്സിലറിയാം പെൻഷൻ എമൗണ്ട് ഇനഫായിരിക്കും ജീവിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങളങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എത്ര ഡോളറായിരിക്കും 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുക എന്നുള്ളത്. പക്ഷേ ഇവിടെ റിട്ടയർമെൻറ്റ് സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറിയാം കോസ്റ്റ് ഓഫ് ലിവിങ് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ലൈഫ്, കരിയർ, ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഈ റിട്ടയർമെൻറ്റിന് ശേഷം നമ്മുടെ എക്സ്പെൻസ് അവസാനിക്കുന്നില്ല. നമ്മൾ റിട്ടയർമെൻറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പ്രൈമറി ഹോമിൻ്റെ ലോൺ തീർന്നിട്ടുണ്ടാവും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ ആ സമയത്ത് നമുക്ക് കൗൺസിൽ റേറ്റ് അടയ്ക്കണം, നമ്മുടെ വീടിൻ്റെ കൗൺസിൽ റേറ്റ് അടയ്ക്കണം, വീടിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കണം, പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് വരും, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ ബില്ല്, ഇൻ്റർനെറ്റ്, നിങ്ങൾക്ക് കാറ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, കാർ രജിസ്ട്രേഷൻ, കാർ ഇൻഷുറൻസ്, അതിൻ്റെ സർവീസിങ്, പെട്രോൾ എക്സ്പെൻസ്, പിന്നെ ഗ്രോസറീസ്, ഫാമിലി ഫങ്ഷൻസ് ഉണ്ടാവും. നമുക്ക് നാട്ടിൽ നിന്ന് വന്നായിട്ടുണ്ട്, നമുക്ക് വർഷത്തിലൊരിക്കലും 2 വർഷം ട്രാവൽ ചെയ്യണം, പിന്നെ ഗ്രാൻഡ് ചിൽഡ്രൻ അവരുടെ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട റിയൽ ക്വസ്റ്റ്യൻ ഇതാണ്, റിട്ടയർമെൻറ്റിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈലിന്, അതായത് നമ്മൾ ഇതേ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളുടെ പെൻഷൻ ഇനഫ് ആകുമോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്.
കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് പറയുന്നത് ജസ്റ്റ് ഒന്ന് പിന്നിലേക്ക് നോക്കാം. ഇതിപ്പോൾ 2026, 2025 നിങ്ങൾ നോക്കുക, ഫ്യൂവലിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? അന്ന് $1 1 സെൻറ്റോ കൊടുത്ത് അല്ല 10 സെൻറ്റ് കൊടുത്താൽ നമുക്ക് ഫ്യൂവൽ അത്രയായിരുന്നു അതിൻ്റെ കോസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2025 ഫ്യൂവലിൻ്റെ പ്രൈസ് എത്രയാണ്? 2.2 2.4 ഡബിളായി. നിങ്ങൾ നിങ്ങളുടെ ഏരിയയിലെ വീടിൻ്റെ പ്രൈസ് നോക്കുക. 2015 വീടിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? ഇന്നത്തെ പ്രൈസ് എത്രയാണ്? അത് ഡബിളാണ്. പാല്, ബ്രെഡ്, അങ്ങനെയുള്ള ഗ്രോസറീസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും ഡബിളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പം 40 വയസ്സുള്ള ഒരാളാണ് വിചാരിക്കുക, 50, 60, 20 വർഷം കഴിയുമ്പോഴേക്കും എന്തായിരിക്കും പ്രൈസ്? ഫ്യൂവലിൻ്റെ പ്രൈസ്, ഗ്രോസറീസിൻ്റെ പ്രൈസ്, വീടിൻ്റെ പ്രൈസ് എല്ലാം കൂടും. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് റിട്ടയർമെൻറ്റ് സമയത്ത് പെൻഷൻ കൊണ്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന്. പക്ഷേ നിങ്ങൾ ഈ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മോസ്റ്റ് എംപ്ലോയീസ് ഡിപ്പെൻഡിങ് ഓൺ 2 തിങ്സ്. അതായത് ഓസ്ട്രേലിയയിലെ പല എംപ്ലോയീസിനും റിട്ടയർമെൻറ്റ് വരുമ്പോൾ 2 കാര്യങ്ങളാണ് മൈൻഡിൽ വരുന്നത്. ഒന്ന് സൂപ്പർ അന്വേഷൻ, ഒന്ന് ഏജ് പെൻഷൻ. സൂപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജ് പെൻഷൻ പലർക്കും സപ്പോർട്ടാക്കാം. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, അതുമാത്രം മതിയാകുമോ? ഇപ്പോൾ ഞാൻ പറഞ്ഞു 35, 40, 50, 55 വയസ്സ് ആണെങ്കിൽ റിട്ടയർമെൻറ്റ് ഇനി 10, 15, 20, 25 വർഷം ഉണ്ടാകും. ആ സമയം മുഴുവൻ ലിവിങ് കോസ്റ്റ് കൂടിയിട്ടുണ്ടാകും. എല്ലാ രീതിയിലുള്ള എക്സ്പെൻസും കൂടും. അപ്പോൾ നിങ്ങൾ ലൈഫിൻ്റെ, അതായത് നമ്മൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ജീവിക്കണം, ചിലപ്പം 20, 30, 40 വർഷം ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ പെൻഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് സ്ട്രഗിളായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് 1, 2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉള്ള ഫ്രണ്ട്സിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും ഒന്ന് നോക്കാം. അതായത് ജോബ് കഴിഞ്ഞു, നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു 35 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 45 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 20 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ലോൺ തീർന്നിട്ടുണ്ടാവും. ഇനീഷ്യലി കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷേ ഈ ലോൺ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേ 1 മുതൽ ഫുൾ റെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നൊരു സിറ്റുവേഷൻ വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ പല ആളുകളും പറയുന്നത്, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ റെൻ്റൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ പെൻഷൻ കിട്ടില്ല എന്ന് പറയുന്ന പലരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇന്ന് നിങ്ങളുടെ ഒരു റെൻ്റൽ ഇൻകം, ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് റെൻറ്റ് കിട്ടുന്നത് $500 ആണെങ്കിൽ അത് 10 വർഷം 20 വർഷം കഴിയുമ്പോഴേക്കും അത് $1,000 $2,000 റെൻ്റായിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് പെൻഷൻ കിട്ടാൻ പോകുന്നത് എത്രയായിരിക്കും? ആ സമയമാകുമ്പോഴേക്കും ഒരു 600 700 ആയിരിക്കും പെൻഷനായിട്ട് കിട്ടുന്നുണ്ടാവുക. അഗെയിൻ ഇതൊന്നും ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, ഞാനൊരു ജനറൽ ഇൻഫർമേഷൻ പറയുന്നതാണ്. ഓരോ ആളുകളുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്പേഴ്സ് മാറും. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊരു അക്കൗണ്ടിനോടാണ് കൺസൾട്ട് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ തരുന്നതാണ്. നിങ്ങൾ ഫുള്ളി ഡിപ്പെൻഡിങ് ഓൺ യുവർ പെൻഷൻ അല്ലെങ്കിൽ സൂപ്പർ നേഷന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്ട്രഗിൾ ആയിരിക്കും. അത് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന എക്സ്പെൻസ് കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു 2 റെൻ്റൽ ഇൻകം ഡ്യൂറിങ് യുവർ റിട്ടയർമെൻറ്റ് ഏജിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഡിസിഷൻ എടുക്കുക, മുന്നോട്ട് പോവുക. എനിക്കറിയാം പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ സ്ട്രഗിളുകളുണ്ട്, പല ആളുകൾക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ റൈറ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് റൈറ്റ് പ്രോപ്പർട്ടിയാണ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെ വേണം. നിങ്ങൾക്ക് സ്ട്രഗിളിലുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ പെൻഷനെ ഡിപ്പെൻഡ് ചെയ്ത് പോവുക. അതല്ല നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം. ഓക്കെ, ഇൻ ഓസ്ട്രേലിയ ദർ ആർ ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ് ടു ക്രിയേറ്റ് പാസീവ് ഇൻകം. നമുക്ക് ബിറ്റ് കോയിൻ, ഷെയർ മാർക്കറ്റ്, ക്രിപ്റ്റോ കറൻസി, ഓൺലൈൻ ബിസിനസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ടു ബിൽഡ് വെൽത്ത് ആൻഡ് ക്രിയേറ്റ് പാസീവ് ഇൻകം ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുക. 1 2 റെൻ്റൽ ഇൻകം നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സമയത്ത് നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ലൈഫ് സ്പാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിട്ടയർ കഴിഞ്ഞാലും ചിലപ്പം 20 30 40 വർഷം നമുക്ക് പിന്നെയും ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഫുള്ളി ഡിപ്പെൻഡിങ് ഓൺ യുവർ പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്ട്രഗിളിലേക്കാണ് പോവുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക,
സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക. എൻ്റെ പേര് സുദേശ്. ഞാൻ ബയേഴ്സ് ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ റൈറ്റ് ഡയറക്ഷനിൽ റൈറ്റ് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഐ എം ഹാപ്പി ടു അസിസ്റ്റ് യു. Think about it seriously and take action. If you like this video, please like and subscribe my channel. ഈ ഇൻഫർമേഷൻ വാല്യുബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് മലയാളി അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ മലയാളീസ് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇതെല്ലാം പറയുമ്പോൾ പേടിയാണ്, ആക്ഷൻ എടുക്കാൻ കോൺഫിഡൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇൻഫർമേഷൻ എത്തിക്കുക. അത് അവരുടെ ലൈഫിൽ ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.